ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ആൾട്ടോ 800 ആണ് വണ്ടി. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല രീതിയിലുള്ള മിസ്സിംഗ് ഉണ്ട്. അതുപോലെ തന്നെ റേഡിയേറ്ററിനകത്ത് നിന്ന് വെള്ളം തിളച്ച് വെളിയിൽ പോകുന്നത് ഓവർ ഹീറ്റ് ആവുകയാണ് വണ്ടി ചെയ്യുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് പോയിട്ട് ഹെഡ് നല്ല രീതിയിൽ ബെൻഡായിട്ട് ഗ്യാസ്കറ്റ് പോയി വെള്ളവും ഓയിലും തമ്മിൽ മിക്സ് ആയിട്ടുണ്ട് ഈ വണ്ടിക്ക്. അങ്ങനെ കുറേ കംപ്ലൈന്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹെഡ് നല്ല രീതിയിൽ ബെൻഡ് ആയി കഴിഞ്ഞാൽ എന്താണ് റേഡിയേറ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേഡിയേറ്ററിന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മളിപ്പോ റേഡിയേറ്ററിനകത്ത് ഫുള്ള് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഫുള്ള് വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചേക്കാണ്. എഞ്ചിൻ നല്ല രീതിയിൽ തന്നെ കൂളാണ്. ഇതിനകത്ത് വേറെ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ എന്നുള്ളത്. വണ്ടി സ്റ്റാർട്ട് ആവാനായിട്ട് തന്നെ പാടാണ്. നല്ല രീതിയിൽ ഹെഡ് ബെൻഡ് ഉള്ളത് കൊണ്ട് കുറെ കറങ്ങിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഹെഡ് ബെൻഡിന്റെ ലക്ഷണങ്ങൾ റേഡിയേറ്ററിനകത്ത് നിന്ന് എങ്ങനെയാണ് കാണിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിപ്പോ വെള്ളം ഫുള്ള് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തേ. ഇതാണ് വണ്ടിയുടെ അവസ്ഥ. അതായത് ഇതിനകത്ത് നോക്കിയാൽ വണ്ടി വെള്ളം തെറിച്ച് നമ്മളിപ്പോ കണ്ടാണ്. ഇതിനകത്ത് നല്ല രീതിയിലുള്ള ആവിയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹെഡ് നല്ല രീതിയിൽ ബെൻഡായിട്ടുണ്ട്. ഹെഡ് ഗ്യാസ്കറ്റ് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്തേ. റേസ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ കംപ്രഷൻ ഔട്ടാണ് ഈ വണ്ടിയിൽ കാണിക്കുന്നത്. ഓക്കെ, ഓഫ് ചെയ്തോ. ഇതിനകത്ത് നിന്ന് ആവി പോകുന്നത് നമുക്ക്, അതായത് എഞ്ചിനിലെ കംപ്രഷന്റെ ആവിയാണ് ഈ റേഡിയേറ്ററിനകത്തോട്ട് കയറിയിട്ട് ഹെഡ് നല്ല രീതിയിൽ ബെൻഡായിട്ട് അതുപോലെ തന്നെ ഗ്യാസ്കറ്റും പോയിട്ട് ഇതിനകത്തോട്ട് കയറിയേക്കുന്നത്. വേറെ ഭാഗത്ത് ലീക്കോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിക്ക് അങ്ങനെ കാര്യമായിട്ട് കാണിക്കുന്നില്ല. ഓൾറെഡി ഇതിന്റെ തെർമോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എനിക്കൊന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളതാന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഓവർഹീറ്റിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഈ ടാങ്കും കാര്യങ്ങളൊക്കെ മാറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ക്യാപ്പും പുതിയതാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എഞ്ചിൻ ഓയിലിന്റെ അവസ്ഥയൊന്ന് നോക്കാം. നമ്മളിപ്പോ ഓയിലിന്റെ സ്റ്റിക്ക് വലിച്ചൂരി നോക്കുന്ന അവസരത്തില് ഈ രീതിയിലാണ് ഇതിന്റെ ഓയിൽ കിടക്കുന്നത്. അതായത് വെള്ളവും ഓയിലുമായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഓയിൽ കറക്റ്റ് സമയത്ത് മാറുന്ന ഒരു വണ്ടി അല്ല ഇത്. കാരണം അളവിൽ കൂടുതൽ ഇതിനകത്ത് ഓയിലുണ്ട്. മീൻസ് ഇതിനകത്ത് വെള്ളവും കയറിയിട്ടുണ്ട്. ഇവിടെ വരെ വെള്ളവും ഓയിലുമായിട്ട് മിക്സ് ആയി കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഓയിലിന്റെ കണ്ടീഷൻ നോക്കിയാലേ മനസ്സിലാവും. ഫുൾ ഗ്രീസ് പോലെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ കയ്യിൽ വണ്ടികളുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഓയിലും ഫിൽറ്ററും കറക്റ്റായിട്ട് തന്നെ മാറ്റിവിടും. അതുപോലെ തന്നെ കൂളന്റ് ഒരു 20,000 കിലോമീറ്റർ കറക്റ്റായിട്ട് തന്നെ കൂളന്റ് കറക്റ്റായിട്ട് തന്നെ മാറ്റിവിടും. ഇല്ലെന്നുണ്ടെങ്കിൽ ഹെഡ് ഗ്യാസ്കറ്റ് പോവും. അതുപോലെ തന്നെ പൈപ്പുകൾ തുരുമ്പ് പിടിക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയും കാര്യങ്ങളും ഉണ്ടാവും. ഇതിന്റെ റേഡിയേറ്ററിന്റെ ഓയിലിന്റെ ക്യാപ്പ് നമ്മൾ തുറന്നു നോക്കുമ്പോൾ ഇതിനകത്ത് ഓയിലും വെള്ളമായിട്ട് മിക്സ് ആയേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഇത്രയും ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ മിക്സ് ആയി വണ്ടി നല്ല രീതിയിൽ ഓടി ഓവർ ഹീറ്റ് ആയി ഹെഡ് നല്ല രീതിയിൽ ബെൻഡായി. അതുകൊണ്ടാണ് നമ്മൾ റേഡിയേറ്ററിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ തെറിച്ച് വെളിയിലോട്ട് പോകാനുള്ള ഒരു കാരണം. ഇതിനകത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഇതിനകത്ത് ഫുള്ള് സ്ലഡ്ജ് ആണ് നിൽക്കുന്നത്. ഈ സ്ലഡ്ജ് നമുക്ക് നോക്കിയാലേ മനസ്സിലാവും. ഫുള്ള് അഴുക്ക് കട്ട പിടിച്ചിരിക്കുന്ന അഴുക്കാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഇതാണ് ഓയിലും വെള്ളവുമായിട്ടും ഗ്യാസ്കറ്റ് പോയിട്ട് മിക്സ് ആയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ശകലം വെള്ളം ഒഴിച്ചേ. ഓക്കെ, മതി മതി. ഇനി നമുക്ക് വണ്ടി ഒന്ന് ക്രാങ്ക് ചെയ്ത് നോക്കാം. അത്രയ്ക്ക് അതുപോലെ എഞ്ചിൻ നല്ല രീതിയിൽ മിസ്സിങ് ആണ് ആവുന്നത്. ഇതിനകത്തോട്ട് നോക്കിയാൽ നമ്മൾ കറക്റ്റ് രീതിയിൽ കംപ്രഷൻ, ഓരോ കംപ്രഷൻ ആണ് നല്ല രീതിയിൽ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ആവി ഇതിനകത്ത് ഇത് വരുന്നത്. ഓക്കെ, ഓഫ് ചെയ്തോ. ഓക്കെ, നമ്മളിപ്പോ കണ്ടതാണ് റേഡിയേറ്ററിലെ വെള്ളത്തെ. അതായത് എഞ്ചിൻ ഇപ്പോ നല്ലതുപോലെ തണുത്തിരിക്കുകയാണ്. രാവിലെ കൊണ്ടുവന്ന വണ്ടിയാണ്. നമ്മളിപ്പോഴാണ് വൈകുന്നേരമാണ് ഇത് നമ്മൾ പിന്നെ ഹെഡ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ
തണുത്തിരുന്ന വണ്ടിയിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴത്തെ ഫുള്ള് വെള്ളം ഒഴിച്ചു കഴിച്ചപ്പോൾ നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല രീതിയിലാണ് മുകളിലോട്ട് കംപ്രഷൻ വീക്കായിട്ട് ഹെഡിനകത്തോട്ട് കയറിയിട്ട് കംപ്രഷൻ വീക്കായിട്ട് വെള്ളം മുകളിലോട്ട് തെറിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഓയിലിന്റെ കണ്ടീഷൻ നമ്മൾ കണ്ടതാണ്. ഓയിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്ലെഡ്ജ്, അതായത് ഹെഡിനകത്ത് ഫുള്ള് സ്ലെഡ്ജ്, അതായത് കറക്റ്റായിട്ട് ഓയിലും വെള്ളവും മാറാണ്ട് ഹെഡ് ഗ്യാസ്കറ്റ് പോയിട്ട് അങ്ങനെ വണ്ടി ഓടിച്ചു. വെള്ളമെല്ലാം എഞ്ചിന് അകത്ത് കയറിയിട്ട് അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്ത് സംഭവിച്ചു, ഹെഡ് ബെൻഡായിട്ട് കംപ്രഷൻ നല്ല രീതിയിൽ ഇതിനകത്തോട്ട് കയറാൻ തുടങ്ങി. അതാണ് വെള്ളം അങ്ങനെ നല്ല രീതിയിൽ തെറിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പൊ ഇതിന്റെ ഹെഡും കാര്യങ്ങളും നമുക്ക് അയക്കാനുണ്ട്, അത് ഫേസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വണ്ടി ഉണ്ടെങ്കിൽ, ഏത് വണ്ടി ആയാലും ഡീസൽ ആയാലും പെട്രോൾ ആയാലും ഏത് വണ്ടി ഉണ്ടെങ്കിലും കറക്റ്റ് ആയിട്ട് തന്നെ ഓയിൽ മാറി വിടുക. ഇപ്പൊ 10,000 ആണ് ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഒരു 10,000 മാറി വിടുക. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ 10,000 ഓയിൽ ഒഴിച്ച് നമ്മൾ ഒരു 50,000 കിലോമീറ്റർ കൂടുതൽ ഓടിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 ഓയിൽ ഒഴിച്ച് ഒരു 6,000-7,000 കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് മാറ്റി വിട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ ലൈഫ് കിട്ടും. അതുപോലെ തന്നെ 5,000 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിൽ കറക്റ്റായിട്ട് ഒഴിക്കുന്നത്. അതുപോലെ തന്നെ ഈ 5,000 ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കുറച്ച് കിലോമീറ്റർ കൂടുതൽ, ഇപ്പൊ 50,000 കിലോമീറ്റർ ഓടി കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ 4,000 കിലോമീറ്റർ തന്നെ മാറുക. അതുപോലെ തന്നെ റെക്കമെൻഡ് ഓയിൽ കറക്റ്റായിട്ട് തന്നെ ഒഴിക്കുക. അപ്പോൾ 10,000 ഈ സിന്തറ്റിക് ഓയിൽ ഒഴിക്കേണ്ട വണ്ടികളാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ സിന്തറ്റിക് ഓയിൽ ഒഴിച്ച് ഓടുക. കറക്റ്റായിട്ട് തന്നെ അത് മാറി വിടുക. ഒരു 8 മാസത്തിൽ മാറുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്റർ പീരീഡിൽ അത് കറക്റ്റായിട്ട് മാറി വിടുക. അതുപോലെ തന്നെ കൂളന്റ് കറക്റ്റായിട്ട് തന്നെ ഒരു 20,000 കിലോമീറ്റർ മാറി വിട്ട് കഴിഞ്ഞാൽ എഞ്ചിൻ നല്ല രീതിയിൽ നമുക്ക് ലോങ് ആയിട്ട് എഞ്ചിൻ ലൈഫ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് എഞ്ചിൻ ഓയിലും കൂളന്റും കറക്റ്റായിട്ട് മാറാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എഞ്ചിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അതാണ് അതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈന്റ് ഇതിനകത്ത് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അപ്പോൾ ഓവർ ഹീറ്റ് കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയേറ്ററിനകത്ത് കൂടെ എങ്ങനെ അതിന്റെ ഹെഡിന്റെ ബെൻഡ് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ക്രാങ്ക് ചെയ്ത് കാണിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.